ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ഇപ്പം നിലവിൽ ആൽക്കഹോൾ സെക്ടർ വലിയ മാറ്റങ്ങളോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം UK ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനൊപ്പം സ്കോച്ച് താരിഫ് 150% നിന്ന് 75% കുറഞ്ഞു. അപ്പം ഇൻഡസ്ട്രിയിൽ വലിയ അക്വിസിഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കസ്റ്റമേഴ്സിന്റെ താല്പര്യം എല്ലാം ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രീമിയം ലിക്കറിലേക്കൊക്കെ അവർ മാറുവാണ്. അപ്പം ഇതൊക്കെ കമ്പനികളുടെ മാർജിൻ ഉയർത്തുന്ന കാര്യങ്ങളാണ് ഇവിടെ. കൂടാതെ ഇപ്പം ലോകത്തെ ലിക്കർ കൺസംഷൻ ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 2005 1.3 ലിറ്റേഴ്സിൽ നിന്ന് 2023 3.2 ലിറ്റേഴ്സ് ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സെക്ടറിലെ പ്രവർത്തനങ്ങളൊക്കെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കൊന്ന് കുറച്ച് ഡീപ്പായിട്ട് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സെക്ടറിലെ നിലവിലെ സിറ്റുവേഷൻ മനസ്സിലാക്കാനായിട്ട് രണ്ട് സ്റ്റോക്സുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ രണ്ട് സ്റ്റോക്സ് സെലക്ട് ചെയ്തേക്കുന്നത് ക്യാഷ് കൺവേർഷൻ അതുപോലെ എഫിഷ്യൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽസിന്റെ ബേസിലാണ്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫ്രീ ക്യാഷ് ഫ്ലോ ടു സെയിൽസ്, അസറ്റ് ടേൺ ഓവർ, ഇൻട്രസ്റ്റ് ടേൺ ഓവർ പോലത്തെ മെട്രിക്സ് ആണ് നമ്മൾ ഇന്ന് കണക്കാക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫണ്ടമെന്റൽസിന്റെ ബേസിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്തേക്കുന്ന രണ്ട് സ്റ്റോക്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഏതൊക്കെയാണ് ഇന്നത്തെ കമ്പനികൾ എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വരുന്നത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആണ്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പിരിറ്റ് കമ്പനിയാണ്. അപ്പോൾ ആൽക്കഹോൾ ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാന ശക്തിയാണിത്. അപ്പോൾ ഇന്ത്യൻ സ്പിരിറ്റ് ഇൻഡസ്ട്രിയിൽ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ഏകദേശം 23% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൽക്കഹോൾ സെല്ലറാണ്. അപ്പോൾ എല്ലാ വർഷവും ഏകദേശം 60 മില്യൺ കേസസ് ബിവറേജസ് മാനുഫാക്ചർ ചെയ്ത് സെല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കോച്ച്, വിസ്കി, IMFL വിസ്കി, ബ്രാൻഡി, റം, വോഡ്ക, ജിന്നിൽ 80-ലധികം ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ IMFL എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്നാണ്. അപ്പോൾ ഈ ഒരു ടേം യൂസ് ചെയ്യുന്നതിന് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടാണ്. ഒന്നാമത്തെ കൺട്രി ലിക്കർ, അതായത് ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന ട്രഡീഷണൽ സ്പിരിറ്റ്. രണ്ടാമത്തെ ഇമ്പോർട്ടഡ് ഫോറിൻ ലിക്കർ. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ബ്രാൻഡ്സ് ആണ്. അപ്പോൾ IMFL കുറിച്ചിട്ട് നമ്മൾ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റോയൽ സ്റ്റാഗ്, മെക്ഡോൾസ് നമ്പർ 1, ബ്ലെൻഡേഴ്സ് പ്രൈഡ്, ഓൾഡ് മോങ്ക് ഒക്കെയാണ്. ഇപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ IMFL എന്ന് പറഞ്ഞാൽ ഫോറിൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ലിക്കറാണ്. പക്ഷേ പ്രൊഡക്ഷനും ബോട്ടിലിംഗും ഇന്ത്യയിൽ തന്നെ നടക്കും. അപ്പോൾ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആണ് IMFL സെഗ്മെന്റിൽ മാർക്കറ്റ് ലീഡ് ചെയ്യുന്നത്. 23% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പോൾ ഇത് അവർക്ക് സാധ്യമായത് അവർ ഇന്ത്യൻ വിസ്കി മാർക്കറ്റിൽ ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്ത്യയിൽ IMFL ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ലിക്കർ വിസ്കി തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ വിസ്കി സെയിൽസിലെ നമ്പർ 1 റാങ്കിങ് യുണൈറ്റഡ് സ്പിരിറ്റ്സിനാണ്. അതുപോലെ ഇത് അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ വഴിയാണ് സാധ്യമായത്. അപ്പോൾ ഇവരുടെ പോർട്ട്ഫോളിയോയിൽ ഐക്കോണിക് ഗ്ലോബൽ ലേബിൾസ് അതിൽ പവർഫുൾ ഇന്ത്യൻ ബ്രാൻഡ്സിന്റെ ഒരു മിക്സ് ആണ് വരുന്നത്. ഇപ്പം മെക്ഡോൾസ് നമ്പർ 1 എടുത്തിട്ടുണ്ടെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ്, ജോണി വാക്കർ എല്ലാം എന്താണ് എല്ലാവർക്കും അറിയുന്ന ബ്രാൻഡുകളാണ്. അപ്പോൾ ഈ 3 ബ്രാൻഡുകൾ മാത്രം കമ്പനിയുടെ റവന്യൂലേക്ക് 2025 ഫൈനാൻഷ്യലിൽ 1000 കോടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് 2025 ഫൈനാൻഷ്യലിൽ 30 മില്യൺ കേസസോടെ മെക്ഡോൾസ് ഗ്ലോബലി ടോപ്പ് സെല്ലിംഗ് വിസ്കി ആയിരുന്നു. അപ്പോൾ ഇത് കൂടാതെ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ഡിയാജിയോയുടെ വേൾഡ് ഫേമസ് ബ്രാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോണി വാക്കർ, വാക് 69, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം എന്താണ് പരിചിതമായിട്ടുള്ള പേര് തന്നെയാണ്. ഇപ്പോൾ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ഡിയാജിയോയുടെ പാർട്ടായതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് അവർക്ക്. അപ്പോൾ പ്രീമിയം ഗ്ലോബൽ ബ്രാൻഡ്സിലേക്കുള്ള ആക്സസ് മാത്രമല്ല, അതിന് പുറമെ വളരെ കൂടുതൽ ബെനിഫിറ്റ്സ് ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കമ്പനിക്ക് ഇപ്പം 63 ബ്രാൻഡ്സ് ഉണ്ട്. അതിൽ 8 ബ്രാൻഡ്സ് ഒരു വർഷത്തിൽ 1 മില്യൺ കേസസിന് മേലെ സെല് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ബ്രാൻഡ് മാത്രം ഒരു വർഷത്തിൽ 25 മില്യൺ കേസസ് വിൽക്കുന്നുണ്ട്. അപ്പോൾ കമ്പനി ടോട്ടൽ 37 പ്രൊഡക്ഷൻ ഡിസ്റ്റിലറീസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുഴുവനും 70,000-ലധികം ഔട്ട്ലെറ്റ്സിൽ അവരുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഈ അടുത്ത് യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ സ്ട്രാറ്റജി കൂടുതൽ പ്രീമിയമൈസേഷൻ ആണ്. അതായത് ഹൈ എൻഡ് പ്രീമിയം ബ്രാൻഡുകളിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്ന രീതി. 2022 സെപ്റ്റംബറിൽ 22.25 മില്യൺ കേസ് വിറ്റതിൽ നിന്ന് 2024 സെപ്റ്റംബറിൽ 15.41 മില്യൺ കേസായിട്ട് കുറഞ്ഞിട്ട് പോലും കമ്പനി തുടർച്ചയായിട്ട് 8% ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പോൾ പ്രൈസ് പെർസ്പെക്റ്റീവില് സ്പിരിറ്റ് ഇൻഡസ്ട്രി പോപ്പുലർ, പ്രസ്റ്റീജ്, പ്രീമിയം അതുപോലെ ലക്ഷറി കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രീമിയം ആണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പിരിറ്റ്, അതുപോലെ പോപ്പുലർ ആണ് ഇവിടെ ഏറ്റവും ചീപ്പസ്റ്റ്. അപ്പോൾ യുണൈറ്റഡ് സ്പിരിറ്റ് ഇപ്പം പ്രീമിയം അതുപോലെ അതിന്റെ മുകളിലേക്കുള്ളതിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ഇപ്പോൾ ലോ മാർജിൻ പോപ്പുലർ ബ്രാൻഡ്സിൽ നിന്നാണ് അവർ മനഃപൂർവ്വം വിട്ടു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചില ബ്രാൻഡ്സ് ഫ്രാഞ്ചൈസി ചെയ്തിട്ടും ചില ബ്രാൻഡ്സ് വിറ്റുകൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. കാരണം ഈ ഒരു പോപ്പുലർ സെഗ്മെന്റ് കഴിഞ്ഞ 5 വർഷത്തിൽ ഏറ്റവും പതുക്കെ വളർന്നുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത്. അപ്പോൾ പോപ്പുലർ ആൽക്കഹോൾ സെഗ്മെന്റ് പ്രൈസ് സെൻസിറ്റീവ് കൺസ്യൂമേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സ് എല്ലാം അഫോർഡബിളും ബേസിക് ക്വാളിറ്റിയും സിമ്പിൾ പാക്കിംഗ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് പൊതുവെ മാസ് മാർക്കറ്റിലും അതുപോലെ റൂറൽ ഏരിയയിലാണ് കിട്ടുന്നത്. ഇനി നമ്മൾ പ്രീമിയം ആൽക്കഹോൾ സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ അർബൻ ഏരിയയിലുള്ള ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഇവർക്ക് എന്താണ് വളരെ നല്ല ക്വാളിറ്റിയുള്ള ലിക്കറും സ്റ്റൈലിഷ് പാക്കിംഗ് ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വില കൂടുതലായിരിക്കും. ഇപ്പം കമ്പനി ഫോക്കസ് ചെയ്യുന്നത് പ്രസ്റ്റീജ് ആൻഡ് എബോ സെഗ്മെന്റ് വളർത്താനായിട്ടാണ്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ ഇത് 88%-ലധികം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. എന്നാൽ 2023 ഫൈനാൻഷ്യലിൽ ഇത് 66% മാത്രമായിരുന്നു. യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ് പ്രീമിയം സെഗ്മെന്റിൽ ഗ്രോത്ത് നടത്തുന്നതിന് പുറമെ വേറൊരു സ്ട്രാറ്റജിയും കൂടി അവർ ഉപയോഗിക്കുന്നുണ്ട്.
അതാണ് ഇന്നോവേഷൻ റിനോവേഷൻ. അതായത് ഇപ്പം പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുക, പുതിയ കാറ്റഗറിയിലേക്ക് കയറുക, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഗ്ലോബൽ ബ്രാൻഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ. അതിപ്പം എന്താണ് മെക്ഡോൾസ് എക്സ് സീരീസ് നോൺ വിസ്കി ഓഫറിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് അമേരിക്കൻ പ്രൈഡ് പോലത്തെ പുതിയ വേരിയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷിംർ ഓഫ് ഇന്ത്യൻ ഫ്ലേവേഴ്സ് ഒക്കെ ആയിക്കോട്ടെ. മാനേജ്മെന്റ് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം. അപ്പോൾ അവർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത 3 മുതൽ 5 വർഷത്തിൽ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സിന്റെ ബിസിനസ് കോൺട്രിബ്യൂഷൻ ഡബിൾ ആക്കണം എന്നതാണ്. UK ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കൊണ്ട് സ്കോച്ച് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഡ്യൂട്ടി കുറയും. അപ്പോൾ ഇത് കാരണം ഇനി സ്കോച്ചിന്റെ വിലയൊക്കെ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിൽസ് കൂടും. അപ്പോൾ അതുവഴി കമ്പനിക്ക് കൂടുതൽ വോളിയം കിട്ടും. ഇപ്പോൾ മാനേജ്മെന്റ് പ്രൊഡിക്ട് ചെയ്യുന്ന ഈ ഒരു ഗ്രോത്ത് ഹൈ സിംഗിൾ ഡിജിറ്റ് റേഞ്ചിലായിരിക്കും എന്നാണ്. അപ്പോൾ ഇതിന്റെ ഒപ്പം കമ്പനി ആന്ധ്രാപ്രദേശിൽ തിരിച്ചവരുടെ പ്രവർത്തനം തുടങ്ങുവാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശ് വലിയൊരു ആൽക്കഹോൾ കൺസംഷൻ മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് പുതിയ സെയിൽസ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. അപ്പോൾ ഇത് ഓവറോൾ റവന്യൂ ഗ്രോത്തിനെ സഹായിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കാം. 2025 ഫൈനാൻഷ്യലിൽ യുണൈറ്റഡ് സ്പിരിറ്റ്സ് 4.8% റവന്യൂ ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ആദ്യം കാണുമ്പോൾ നമുക്ക് എന്താണ് വലിയൊരു ഗ്രോത്ത് ആയിട്ട് തോന്നില്ല. എന്നാൽ ഈ ഒരു ഗ്രോത്തിന്റെ 3.1% ആന്ധ്രാപ്രദേശ് മാർക്കറ്റിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ പ്രസ്റ്റീജ് ആൻഡ് എബോ സെഗ്മെന്റ് ഇതിൽ പ്രീമിയം ബ്രാൻഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഡബിൾ ഡിജിറ്റിൽ വളർന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്താണ് റവന്യൂ ഗ്രോത്തിന് കാരണം. അപ്പോൾ ഇതുവഴി ഓപ്പറേറ്റിംഗ് മാർജിൻ 2023 ഫൈനാൻഷ്യലിൽ 13.5% നിന്ന് 2025 ഫൈനാൻഷ്യലിൽ 18% എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ കമ്പനിയുടെ റവന്യൂ 4.8% മാത്രം വളർന്നു. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് 12.4% വളർന്ന് പ്രോഫിറ്റ് 1582 കോടി വരെ എത്തി. അതായത് പ്രോഫിറ്റ് റവന്യൂവിനേക്കാളും വേഗത്തിൽ ഇവിടെ വളർന്നിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് ഒരു പ്രൈസിംഗ് പവർ സ്റ്റോറി ഉണ്ട്. അപ്പോൾ കമ്പനി പറഞ്ഞത് അവർ കഴിഞ്ഞ 3 വർഷത്തിൽ പ്രൈസ് തുടർച്ചയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഒരു വർഷം ആവറേജ് 2% വരെ അവർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് ബ്രാൻഡിന് സ്ട്രോങ് ഡിമാൻഡ് ഉണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ വില കൂടിയാലും കൺസ്യൂമേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയാണ്. അപ്പോൾ പ്രീമിയം സെഗ്മെന്റിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ മാർജിൻ കൂട്ടാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഒരു കൺസേണിംഗ് ട്രെൻഡ് ഇവിടെ കാണാനുണ്ട്. 2021 ഫൈനാൻഷ്യൽ അതുപോലെ 2025 ഫൈനാൻഷ്യലിന്റെ ഇടയ്ക്ക് കമ്പനി ട്രേഡ് റിസീവ്സ് 11.81% CAGR വളർന്നിട്ടുണ്ട്. അതേസമയത്ത് കമ്പനിയുടെ സെയിൽസ് 10.35% വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം ട്രേഡ് റിസീവ്സ് സെയിൽസിനേക്കാളും വേഗത്തിൽ ഇവിടെ വളരുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കമ്പനിയുടെ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് 74.15% വളർന്ന് 1947 കോടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടാനുള്ള കാരണം ട്രേഡ് റിസീവ്സ് കഴിഞ്ഞ വർഷത്തെക്കാളും ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്തുകൊണ്ടാണ്. ഓവറോൾ മാർജിൻ എക്സ്പാൻഷനോടെ ഫൈനാൻഷ്യൽസ് ഒരു ഹെൽത്തി ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് കമ്പനി പ്രീമിയം പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നത് വഴി പ്രോഫിറ്റ് പെർസെൻറ്റേജ് അവർ കൂടി. അപ്പം അങ്ങനെ എന്താണ് ഓവറോൾ ഫൈനാൻഷ്യൽസിലും നല്ലൊരു ഗ്രോത്ത് അത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് റിസ്ക് ഉണ്ട്. കമ്പനി ഇപ്പോഴും പല ലീഗൽ കംപ്ലൈൻസ് റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അഡീഷണൽ എൻക്വയറി നടന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞേക്കുന്ന കാര്യം മുമ്പ് കമ്പനി ശരിയല്ലാത്ത ട്രാൻസാക്ഷൻ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതായത് കമ്പനി മുമ്പ് വിജയ് മല്യയോട് ബന്ധപ്പെട്ടവർക്ക് പണം ശരിയല്ലാത്ത രീതിയിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്താണ് അവർ പല ലീഗൽ പ്രശ്നങ്ങളും എൻക്വയറിയൊക്കെ കമ്പനിയെ ബാധിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ കമ്പനി റാഡിക്കോ കൈത്തനാണ്. 1943 റാംബോ ഡിസ്റ്റിലറി കമ്പനി ആയിട്ടാണ് റാഡിക്കോ കൈത്തൻ ലിമിറ്റഡ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലുതും അതുപോലെ തന്നെ ഏറ്റവും പഴയ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ മാനുഫാക്ചറിംഗ് കമ്പനികൾ ഒന്നാണിത്. അപ്പോൾ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ സെഗ്മെന്റിൽ 7% മാർക്കറ്റ് ഷെയറോടെ ഇപ്പോൾ ആൽക്കഹോൾ സപ്ലൈ ചെയ്ത് ബോട്ടിൽ ചെയ്ത് നടത്തുന്ന ഒരു കമ്പനി ഇപ്പോൾ അവരുടെ ബ്രാൻഡ് വളർത്തിക്കൊണ്ട് പ്രശസ്തമായ IMFL പ്രൊഡ്യൂസർ ആയിട്ട് മാറി. അപ്പം ഇത് പ്രധാനമായിട്ടും എന്താണ് ഒരു വിസ്കി കമ്പനിയാണ്. അപ്പോൾ റവന്യൂവിന്റെ വലിയ ഭാഗം വിസ്കിയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവർ ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പോൾ ഇവര് ബ്രാൻഡി പ്രൊഡക്ഷൻ അതുപോലെ ജിൻ പ്രൊഡക്ഷനും ഇൻവോൾവ് ആണ്. ഇപ്പോൾ റാഡിക്കോ കൈത്തന്റെ റവന്യൂ സ്ട്രീം 2 തരം ആൽക്കഹോളിൽ നിന്നാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ IMFL ആണ്. അപ്പോൾ ഇത് ടോട്ടൽ ഓപ്പറേഷൻ റവന്യൂന്റെ 69.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കമ്പനിയുടെ മെയിൻ ബിസിനസ്. അപ്പോൾ IMFL സെഗ്മെന്റിൽ അവർക്ക് പല പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് മോണോപ്പൊളി ഉണ്ടാക്കുകയും കമ്പനിക്ക് വലിയൊരു ഗ്രോത്ത് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അവരുടെ മാജിക് മൊമെന്റ് വോഡ്ക ഓവറോൾ മാർക്കറ്റ് ഷെയറിന്റെ 60% ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ മോഫസ് ബ്രാൻഡി സൂപ്പർ പ്രീമിയം ബ്രാൻഡി കാറ്റഗറിയിൽ 60% മാർക്കറ്റ് ഷെയർ നേടിയിട്ടുണ്ട്. അതുപോലെ അവരുടെ റോയൽ റാന്തംബോർഡ് വിസ്കി ക്വാർട്ടർ ഫോർ ഫൈനാൻഷ്യൽ 2025 50% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആർമി ക്യാൻഡി സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിന് ഡിസ്ട്രിബ്യൂഷൻ ഇനിയും സ്ട്രോങ് ആയി. അപ്പോൾ അവരുടെ ലക്ഷറി അതുപോലെ സെമി ലക്ഷറി പോർട്ട്ഫോളിയോ 2025 ഫൈനാൻഷ്യലിൽ റവന്യൂലേക്ക് ഏകദേശം 340 കോടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2026 ഫൈനാൻഷ്യലിൽ 500 കോടി കടക്കുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പം കമ്പനി അവരുടെ ലോ പ്രൈസ് IMFൽ എല്ലായിടത്തും അവർ സെല്ല് ചെയ്യുന്നില്ല. അവരുടെ പ്രോഫിറ്റ് കിട്ടുന്ന മാർക്കറ്റിൽ മാത്രമേ അവർ സെല്ല് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെന്താണ് അവർക്ക് നഷ്ടം ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. ഇനി നമുക്ക് അവരുടെ നോൺ IMFL സെഗ്മെന്റിലേക്ക് നമുക്ക് പോകാം. നോൺ IMFL 1479.4 കോടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷന് 30.5%. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ പ്രധാനമായിട്ട് വരുന്നത് കൺട്രി ലിക്കർ സെയിലാണ്. അപ്പോൾ റാഡിക്കോ കൈത്തൻ കൺട്രി ലിക്കർ ബിസിനസ് ഉത്തർപ്രദേശിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്.
അപ്പോൾ ഇത് ബേസിക്കലി അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോനെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഗ്രോത്ത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രീമിയം ലക്ഷറി പ്രൊഡക്ട്സ് മാർക്കറ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താണ്, ഇത് അവർക്ക് വലിയൊരു സെയിൽസും പ്രോഫിറ്റ് കിട്ടാനായിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ പ്രസ്റ്റീജ് ആൻഡ് എബോവ് സെഗ്മെന്റിലുള്ള റവന്യൂ കോൺട്രിബ്യൂഷൻ 2019 ഫൈനാൻഷ്യലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 28% നിന്ന് 2025 ഫൈനാൻഷ്യലിൽ 46% വളർന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 15 വർഷത്തിൽ ലോഞ്ച് ചെയ്ത മിക്ക ബ്രാൻഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീമിയം കാറ്റഗറിയിലാണ്. അതുപോലെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2026 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും അവരുടെ ലക്ഷറി അതുപോലെ സെമി ലക്ഷറി സെഗ്മെന്റ് നെറ്റ് സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 500 കോടി കടക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് അവരുടെ ഫൈനാൻഷ്യൽസ് നോക്കിയിട്ട് അവരുടെ സ്ട്രാറ്റജി നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ടോപ്പ് ലൈൻ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 10.4% വളർന്ന് 15,484 കോടിയിൽ നിന്ന് 17,099 കോടിയിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു ഗ്രോത്തിന് കാരണം വോളിയം കൂടിയതാണ്. അതുപോലെ കമ്പനിയുടെ ലക്ഷറി പോർട്ട്ഫോളിയോ 340 കോടി എത്തി, 32% വളർന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 31.8% വളർന്ന് 346 കോടി എത്തി. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 1.69% നിന്ന് 2.02% ഇംപ്രൂവ് ആയി. പിന്നെ പ്രതീക്ഷിച്ച പോലെ എക്സൈസ് ഡ്യൂട്ടി മാർജിന്റെ നല്ലൊരു ഭാഗം കൊണ്ടുപോയി 12,247 കോടി. അപ്പോൾ ഇത് ടോട്ടൽ റവന്യൂന്റെ 71.6%. അപ്പോൾ ഇത് 7.8% വളർന്നു. ഒരു മേജർ റീജിയണൽ സ്റ്റോറി ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശ് അവരുടെ ലിക്കർ ഡിസ്ട്രിബ്യൂഷൻ റൂൾസ് മാറ്റി. അപ്പോൾ റാഡിക്കോ ഇത് ബുദ്ധിപൂർവ്വം ക്യാപിറ്റലൈസ് ചെയ്തു. അവരുടെ മാർക്കറ്റ് ഷെയർ ഫസ്റ്റ് ഹാഫിൽ 10% ആയിരുന്നു, ക്വാർട്ടർ 4ൽ 23% കൂടി. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ അവരുടെ റിസർവ്സ് 2025 ഫൈനാൻഷ്യലിൽ ഇയർ ഓവർ ഇയർ 13.3% വളർന്നു. അതുപോലെ അവരുടെ ബാലൻസ് ഷീറ്റിൽ ഡെറ്റ് കുറച്ചുകൊണ്ട് ഫൈനാൻഷ്യൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്തു. 2024 ഫൈനാൻഷ്യലിൽ ഡെറ്റ് 289 കോടിയായിരുന്നു, 2025 ഫൈനാൻഷ്യലിൽ 154 കോടിയായിട്ട് കുറച്ചു. അതായത് ഓൾമോസ്റ്റ് പകുതിയായി. ഇനി നമുക്ക് ക്യാഷ് ഫ്ലോ നോക്കാം. അപ്പോൾ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് 118.67% കൂടി 363 കോടി എത്തി. അപ്പോൾ കമ്പനി ലോങ് ടേമിൽ ഏൺ ചെയ്ത നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫുൾ ആയിട്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മീഡിയം റേഷ്യോ 1.09 ആണ്. അത് 100 രൂപ പ്രോഫിറ്റ് വരുമ്പോൾ 109 രൂപ ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്ട്രോങ് ഫൈനാൻഷ്യൽ ഹെൽത്ത് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കമ്പനി ടോപ്പ് എക്സിക്യൂട്ടീവ് ഇൻവെസ്റ്റർ കോളിൽ പ്ലാനും അപ്ഡേറ്റ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനി 2026 ഫൈനാൻഷ്യൽ ഫസ്റ്റ് ക്വാർട്ടറിൽ 2 ലക്ഷറി ബ്രാൻഡ്സ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യും. മാത്രമല്ല ഫസ്റ്റ് ഹാഫിൽ ഒരു സൂപ്പർ പ്രീമിയം വിസ്കി റിലീസ് ചെയ്യും. അപ്പോൾ ഇതുവഴി അവർക്ക് ഹൈ എൻഡ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും അതുപോലെ സെയിൽസും പ്രോഫിറ്റും ഒക്കെ വളർത്താനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ അവരവരുടെ ലക്ഷറി പോർട്ട്ഫോളിയോ 340 കോടിയിൽ നിന്ന് 500 കോടിയായിട്ട് വളർത്താനായിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് ഗൈഡൻസ് പറയുന്നത് പ്രസ്റ്റീജ് ആൻഡ് എബോ കാറ്റഗറിയിൽ 15%-ലധികം ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല 2026 ഫൈനാൻഷ്യലിൽ എബിറ്റ മാർജിൻ 100 ബേസിസ് പോയിന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതായിരുന്നു 2 ആൽക്കഹോൾ സ്റ്റോക്സിന്റെ അനാലിസിസ്. ഇപ്പോൾ 2 പ്രീമിയമൈസേഷൻ ട്രെൻഡിലാണ് പോകുന്നത്. ഇപ്പോൾ യുണൈറ്റഡ് സ്പിരിറ്റ്സ് മെയിൻലി വിസ്കിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. റാഡിക്കോ കൈത്തൻ പല ആൽക്കഹോൾ ടൈപ്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് യൂസ് ചെയ്തിട്ട് സെയിൽസ് വളർത്തുന്നത്. എന്നാൽ നമ്മൾ ആൽക്കഹോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ സ്ട്രിക്ട് റൂൾസും അതുപോലെ അടുപ്പിച്ച് ടാക്സ് ചേഞ്ച് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റൂൾസ് ഒന്നും ഇവിടെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫൈൻ വരാം, അതുപോലെ ലൈസൻസ് ക്യാൻസൽ ആവാം, അതുപോലെ നമ്മുടെ പ്രോഫിറ്റ് ഒക്കെ നഷ്ടമാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ റിസ്ക് ഒക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ എല്ലാം നമ്മൾ എടുത്തു പറയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.